السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 33-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വച്ചത്. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ അസ്സുഖ്തു. അസ്സുഖ്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിയുടെ നേർ വിപരീതമാണ് അസ്സുഖ്ത്. അർറിള എന്നതാണ് അറബിയിൽ തൃപ്തി എന്ന് പറയുക. അതിൻ്റെ നേർ വിപരീതമാണ് അസ്സുഖ്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലുള്ള ഈമാനിൽ തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വൻപാപം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അഥവാ മുസീബത്തുകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ വന്ന് ഭവിക്കുമ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം അയാളുടെ നിലപാട് എന്നത് പരിശുദ്ധ ദീൻ അള്ളാഹും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ മുസീബത്തുണ്ടായാൽ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക, പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു മുഅ്മിനിന് ചെയ്യാനുള്ളത്. കാരണം ഈമാനിൻ്റെ 6 കാര്യങ്ങളിൽ 6ാമതായി ഓരോ മുസ്ലിമും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി തീരുമാനങ്ങൾക്കനുസരിച്ചാണ് എന്നതാണ് ഖദറിലുള്ള ഈമാൻ. സഹോദരങ്ങളെ, അസ്സുഖ്ത് എന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും. ദുനിയാവ് അങ്ങനെയാണ്. ഐഹിക ജീവിതത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നന്മയും തിന്മയും അഥവാ സൗഖ്യം കൊണ്ട്, സുഖ സൗകര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഒരാളെ പരീക്ഷിക്കും. അതേപോലെ തന്നെയാണ് വിപത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഒരാൾക്ക് ഭൗതിക ജീവിതത്തിൽ എല്ലാ നന്മകളും എല്ലാ സുഖ സൗകര്യങ്ങളും വന്നു കിട്ടി എന്നത് അള്ളാഹു അയാളെ ആദരിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ആദരണീയനാണ് എന്നതിനുള്ള തെളിവല്ല. നേരെ തിരിച്ച് ഒരാൾക്ക് നിരന്തരം പരീക്ഷണമാണ് എന്നത് അള്ളാഹു അയാളെ അവഗണിച്ചു, അള്ളാഹുവിന് അയാളോട് വെറുപ്പാണ് എന്നതിനും ഉള്ള തെളിവല്ല. മറിച്ച് അള്ളാഹു ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ലഭിക്കുക. നേരെ മറിച്ച് പരീക്ഷണങ്ങളിൽ പതറിപ്പോയാൽ, അഥവാ പരീക്ഷണങ്ങളിലുള്ള പതറിപ്പോകൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾക്ക് കീഴൊതുങ്ങാതിരിക്കുക, അതിനോട് വെറുപ്പ് കാണിക്കുക, അതിനോട് കോപം കാണിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനെ പഴിക്കുക, അള്ളാഹുവിനെ
പഴി പറയുക, മോശമായ വിചാരം റബ്ബിനെക്കുറിച്ച് വെച്ചു പുലർത്തുക, ഇതൊക്കെയാണ് അസ്സുഖ്ത്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ സാധിക്കാതിരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതൊക്കെയാണ് സംഭവിക്കുക. അങ്ങനെ ഒരാളിൽ ഉണ്ടായാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ പാപമാണ് എന്നതാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ഒരായത്ത് ആദ്യമായി എടുത്തുദ്ധരിച്ചു, അഥവാ ഒരായത്തിൻ്റെ ഭാഗമാണത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. സൂറത്തു തഗാബുനിലെ 11-ാമത്തെ ആയത്താണിത്. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹൃദയത്തിന് സന്മാർഗം നൽകും. ഇവിടെ വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ, വിധി തീരുമാനങ്ങളിൽ, തനിക്ക് വന്നു ഭവിച്ച പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ ഒരാൾ വിശ്വസിക്കുന്നു, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏതൊരു മുസീബത്ത് സംഭവിക്കുന്നുവോ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അത് സംഭവിക്കുന്നില്ല. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ, ഖദറിനനുസൃതമായിട്ടല്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഏത് മുസീബത്ത്, ഏത് പരീക്ഷണം, ഏത് വിപത്ത് ഒരാൾക്ക് വന്നു ഭവിച്ചാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഖദറിനനുസരിച്ചാണ്. അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയ, അള്ളാഹു തീരുമാനിച്ച, അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അഥവാ വന്ന മുസീബത്തിൽ, പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഖദറിനനുസരിച്ചാണ്, റബ്ബ് തീരുമാനിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും, എനിക്ക് അള്ളാഹു വല്ലതും സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും എന്നെ വിട്ടൊഴിയുകയില്ല, എനിക്ക് വല്ലതും കിട്ടേണ്ടതില്ല എന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നത് എങ്കിൽ അതെനിക്ക് ലഭിക്കുകയുമില്ല. ഈ ഒരു അചഞ്ചലമായ വിശ്വാസം ആർക്കാണ് ഉള്ളത്? യഹ്ദി ഖൽബഹു, അള്ളാഹു റബ്ബുൽ ആലമീൻ അയാളുടെ ഹൃദയത്തിന് സന്മാർഗം നൽകും. അഥവാ അള്ളാഹു അയാളെ നിർമാർഗത്തിലാക്കും. അയാളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനുമൊക്കെ അർഹതപ്പെട്ടവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, അള്ളാഹു പറഞ്ഞു, കുറച്ചൊക്കെ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, സമ്പത്തിൻ്റെ കുറവ് കൊണ്ട്, ഉറ്റവരുടെ മരണം കൊണ്ട്, കൃഷിയിലെ കുറവ് കൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ എടുത്തു പറഞ്ഞു. ഭയം, പേടി, ആവലാതി, വേവലാതി, അതുപോലെ തന്നെ നോക്കൂ പട്ടിണി, പ്രയാസം, സാമ്പത്തികമായ ഞെരുക്കം, ഉറ്റവർ, വളരെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ, അതാരുമാവട്ടെ, ഉമ്മയും വാപ്പയും മക്കളും ഭാര്യയും ആരുമാവട്ടെ, അവരുടെ മരണം, അതുപോലെ അവനവൻ്റെ കാർഷിക വിളവെടുപ്പ് അഥവാ കച്ചവടം, ബിസിനസ് പോലെയുള്ളതിൽ കുറവ് സംഭവിക്കുക, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ സംഭവിക്കും. ഇതൊക്കെ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പരീക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാകും. എന്തായാലും പരീക്ഷണങ്ങൾ ഉണ്ടാകും.
അള്ളാഹു പറഞ്ഞു വബശ്ശിരി സാബിരീൻ. ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ആ പരീക്ഷണങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തൃപ്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിന് കീഴൊതുങ്ങുക എന്നതാണ് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ക്ഷമാശീലർ? ക്ഷമിക്കുന്ന ആളുകൾ ആരാണ്? എന്താണ് അവരുടെ അടയാളം? അല്ലദീന ഇദാ അസാബത്ഹുൽ മുസീബ, ഏതൊരു കൂട്ടരാണോ അവർക്ക് വല്ല മുസീബത്തും സംഭവിച്ചു, ഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ആ മുസീബത്ത് സംഭവിച്ച സന്ദർഭത്തിൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ആ റബ്ബിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. ഈ വാക്ക് പറയുന്നവരാണ് ക്ഷമാശീലർ, അവരാണ് ക്ഷമ കൈക്കൊണ്ട ആളുകൾ. അള്ളാഹു പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രതിഫലവും കാരുണ്യവും ഒക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം ലഭിച്ചവർ, അവർക്കാണ് ഹിദായത്ത് കിട്ടിയവർ. സഹോദരങ്ങളെ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത് ഹിദായത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ആ പരീക്ഷണങ്ങൾ പല രൂപത്തിലും വന്നു ഭവിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനുകളാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? ഒരു പരീക്ഷണവുമില്ലാതെ, അള്ളാഹു അവരെ പരീക്ഷിക്കാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു പോറലുമേൽക്കാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, മനസ്സൊന്നും വേദനിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെ കഴിഞ്ഞുകൂടാം, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ ജനങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നാം പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു പരീക്ഷിച്ചത്? ഫലയഅലമന്ന അല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സത്യസന്ധർ? ആരാണ് ഈമാൻ ഉൾക്കൊണ്ടവർ? യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ആരാണ്? യഥാർത്ഥ മുഅ്മിനുകൾ ആരാണ്? ഈമാനിൽ ദുർബലത സംഭവിച്ചു പോയ, കാപട്യമുള്ള ഈമാൻ സ്വീകരിച്ചവരാരാണ് എന്ന് പരീക്ഷിച്ചറിയുന്നതിനു വേണ്ടിയാണ് അള്ളാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, അള്ളാഹു സൂറത്തു ആലി ഇമ്രാനിൽ പറഞ്ഞതായി കാണാം, അം ഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന്, അങ്ങനെ ഒരു പ്രയാസവുമില്ലാതെ സ്വർഗത്തിൽ പോകും എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ അസ്സാബിരീൻ, നിങ്ങളിൽ ആരാണ് പരിശ്രമിക്കുന്നത്, പോരാടുന്നത്, നിങ്ങളിൽ ആരാണ് ക്ഷമ കൈക്കൊള്ളുന്നത് എന്നല്ലാഹു പരീക്ഷിച്ചറിയാതെ, അഥവാ ഒരു പരീക്ഷണങ്ങളും വന്നു ഭവിക്കാതെ നിങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അള്ളാഹു അതാ വീണ്ടും ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ അങ്ങ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക്
വന്നു ഭവിച്ച ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുകളും വന്നു ഭവിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? എന്താണ് അവർക്ക് സംഭവിച്ച പരീക്ഷണങ്ങൾ? എന്താണ് അവർക്ക് അല്ലാഹു ഏർപ്പെടുത്തിയ പ്രയാസങ്ങൾ? മസ്സത്ഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു. അവർക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ വിശപ്പും പട്ടിണിയും അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വസുൽസിലു, എത്രത്തോളം ശത്രുക്കളാൽ അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, എത്രത്തോളം, ഏതുവരെ എന്ന് വെച്ചാൽ അവരിലുള്ള റസൂലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളും ഇപ്രകാരം പറയുമാറ് അവർ പരീക്ഷിക്കപ്പെട്ടു, അവർ വിറപ്പിക്കപ്പെട്ടു. എന്താണ് അവർ പറഞ്ഞ വാക്ക്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വന്നിറങ്ങുക, അള്ളാഹു എന്തേ സഹായിക്കാത്തത് എന്ന അർത്ഥത്തിൽ അവർ ചോദിക്കുന്നത് വരെ അവർ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, അല അറിയുക, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം അതടുത്തു തന്നെയുണ്ട്, സമീപത്ത് തന്നെയുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ദുനിയാവിൽ എന്തായാലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരാളും ഒഴിവാകുന്നില്ല. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ? ആരാണ് അള്ളാഹുവിൻ്റെ ഖദറിൽ ക്ഷമ കൈക്കൊള്ളുന്നത്, അതിലുറച്ച് വിശ്വസിക്കുന്നത്, ആ ഖദറിന് കീഴൊതുങ്ങുന്നത്, അതിൽ തൃപ്തി കാണിക്കുന്നത്? നമ്മുടെ വിഷയം ആ ഖദർ സംഭവിക്കുമ്പോൾ അതിൽ തൃപ്തി കാണിക്കുന്നത് ആരാണ്? ആരാണ് ക്ഷമ കൈക്കൊള്ളുന്നത്? ആരാണ് ഇസ്തിർജാഇന്റെ വാക്ക് പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാരാണ് പറയുന്നത് എന്ന് പരീക്ഷിക്കുവാൻ. കാരണം ദുനിയാവൻ ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, അഥവാ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിച്ച് അങ്ങനെ ദുനിയാവിൽ അവസാനിക്കുന്നില്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, തിരിച്ചു പോകാനുള്ളത് അവനിലേക്കാണ്, ആ റബ്ബിലേക്കാണ്. ക്ഷമാശീലർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹു അവർക്ക് മേൽ സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയും. അല്ലാഹു അവരെക്കുറിച്ച് അവൻ്റെ സന്നദ്ധിയിൽ മലക്കുകളോട് പേരെടുത്ത് പരാമർശിക്കും, പ്രശംസിക്കും, പുകഴ്ത്തും. അവർക്ക് അല്ലാഹു പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തും. അല്ലാഹു അവൻ്റെ കാരുണ്യങ്ങൾ വാരിക്കോരി ചൊരിയും. ഇതൊക്കെ പരീക്ഷണങ്ങളിൽ തൃപ്തി കൈകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. ഏതൊരു പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് ശൈഖ് ഇവിടെ കൊണ്ടുവന്നു. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ആരാണോ അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്നത്, അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകും, ഹൃദയവിശാലത ലഭിക്കും. പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുമ്പോഴും മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പരീക്ഷണങ്ങളുടെ ആസ്വാദനത്തിലായിരിക്കും. പരീക്ഷണങ്ങളിൽ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് മഹത്തരമായ കാര്യമാണ്. വലിയ ആസ്വാദനമുണ്ട്. നേരെ തിരിച്ചു പരീക്ഷണങ്ങളിൽ പതറിപ്പോയാലോ? ദുനിയാവിലെ ആ പരീക്ഷണങ്ങൾ എന്തായാലും വന്നു ഭവിക്കും. പരലോകത്താവട്ടെ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാതിരുന്നാൽ, കോപം കാണിച്ചാൽ, വെറുപ്പ് കാണിച്ചാൽ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും. ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുമ്പോൾ പലരും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നത്. യഥാർത്ഥ ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നു. വമൻ യുഅ്മിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഇതെൻ്റെ റബ്ബിൽ നിന്നാണ്, അള്ളാഹു തീരുമാനിച്ചതേ സംഭവിക്കുന്നുള്ളൂ. ഈമാനിൽ
ഖദറിലുള്ള ഈമാനിൽ, അള്ളാഹുവിലുള്ള ഈമാനിൽ ഉറച്ച വിശ്വാസമുണ്ടോ, റബ്ബിനോട് മാത്രം സഹായം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതാണ് മുഅ്മിൻ ചെയ്യേണ്ടത്. ഭൗതികമായ ചികിത്സകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ ഖൽബ്, ഹൃദയം അത് റബ്ബിൽ മാത്രമായിരിക്കണം അവലംബിക്കേണ്ടത്. എന്നാൽ പല ആളുകളും പരീക്ഷണങ്ങൾ വരുമ്പോഴേക്കും ജാറങ്ങളായ ജാറങ്ങൾ കയറിയിറങ്ങുന്നു. ഈ ഉറുക്കും ഏലസുകളുമായി ശരീരം നിറക്കുന്നു. പുരോഹിതന്മാർ പിഴച്ച ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് തൻ്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റുള്ള അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഷിർക്കിൻ്റെ കാര്യങ്ങൾ നിക്ഷേപിക്കുന്നു. പല രൂപത്തിലുള്ള ഷിർക്കിൻ്റെ പണികൾ എടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ? ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഷിർക്കിൽ അകപ്പെട്ടു പോവുകയാണ്. ചില ആളുകളൊക്കെ തൗഹീദുള്ള ആളുകളായിരിക്കും, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഒരിക്കലും ഷിർക്ക് ചെയ്യാത്ത ആളുകളായിരിക്കും. ഇപ്പം കൂടെ ഏതെങ്കിലും ജാറങ്ങളിൽ കിടന്നുറങ്ങുന്ന, അവിടെ ചുറ്റിപ്പറ്റി കളിക്കുന്ന, അങ്ങനെ അവിടെ ഇത്തികാഫും തവാഫുമായി നടക്കുന്ന ഏതെങ്കിലും ഉണ്ടാവും കുടുംബത്തിൽ. നിങ്ങളെ സലഫിയും മുജാഹിദൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്ന് ആ ഉസ്താദിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അതോടുകൂടി പ്രശ്നം അവസാനിക്കും, കുട്ടി രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ ആളെ ജീവൻ ബാക്കിയാകട്ടെ എന്ന് പറഞ്ഞ് ഷിർക്കിൻ്റെ പണിയെടുപ്പിക്കും. സഹോദരങ്ങളെ, ഒരിക്കലും അത് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഈമാനിന് ഘടകവിരുദ്ധമായ ഒരു പണിയെടുക്കരുത്, ഈമാൻ തകർത്ത് കളയുന്ന ഒരു പണിയും എടുക്കരുത്. അള്ളാഹു അല്ലാത്തവരോട് പോയി ആവലാദികൾ ബോധിപ്പിച്ചാൽ, ഷിർക്കിൽ അകപ്പെട്ടാൽ പിന്നെ ഈമാൻ നഷ്ടപ്പെട്ടു. ഷിർക്കിൻ്റെ വല്ല കാര്യങ്ങളും ചെയ്താൽ ഈമാൻ നഷ്ടപ്പെട്ടു, ഹിദായത്ത് നഷ്ടപ്പെട്ടു. പിന്നീട് ഇഹലോകത്തും പരലോകത്തും സമാധാനമില്ലാതെയാകും. നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ പരീക്ഷണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവരിങ്ങനെ ജാറങ്ങളായ ജാറങ്ങളിൽ കയറി ഇറങ്ങുന്നു. ഓരോ തവണ ഇങ്ങനെ ഉറുക്കുകൾ, ഏലസുകൾ മാറ്റി മാറ്റി കെട്ടുന്നു. ഒരു വീട് പൊളിച്ച് അടുത്ത വീട്, അതിൻ്റെ അത് മാറ്റി, അതിൻ്റെ ഷേപ്പ് മാറ്റി, അതിൻ്റെ മുഖം മാറ്റി, കട്ടില മാറ്റി, അടുപ്പ് മാറ്റി. ഇങ്ങനെയുള്ള പണ്ഡിത പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ട് ഈമാൻ നഷ്ടപ്പെടുത്തുകയാണ്. അതോടുകൂടി ഹിദായത്ത് നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, പരലോകം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയാൽ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം, പതറിപ്പോവരുത്. അതാണ് ഷെയ്ഖ് പറഞ്ഞ അധ്യായം. ഒരിക്കലും അസ്സുഖ്ത്, കോപം, അനിഷ്ടം, ഈമാനിന് എതിരായ ഒരു കാര്യം നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നതാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വന്ന മുൻഗാമികളിൽപ്പെട്ട അൽഖമ ഇബ്നു ഖൈസ് അൻ-നഖഈ റഹിമഹുല്ലയുടെ ഒരു വാക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹുവർ റജുലു, അള്ളാഹുവിടെ പറഞ്ഞില്ല വമൻ യുഅ്മിൻ ബില്ലാ, ആരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്ന്. ആ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹുവർ റജുൽ, ഒരു മനുഷ്യനെ കുറിച്ചാണ്. തുസീബുഹുൽ മുസീബ, അയാൾക്കൊരു മുസീബത്ത് സംഭവിച്ചു, അയാൾക്ക് വല്ല പരീക്ഷണങ്ങളും വല്ല വിപത്തും സംഭവിച്ചു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്, അങ്ങനെ അയാൾക്ക് മുസീബത്ത് വന്നപ്പോൾ, പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചപ്പോൾ അയാൾ ഉറച്ച് വിശ്വസിച്ചു, അയാൾ തിരിച്ചറിഞ്ഞു ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖദറാണ്. ഫയർലാ, അയാൾ അതിൽ തൃപ്തി കാണിച്ചു. വയുസല്ലിം, അതിന് കീഴൊതുങ്ങി. അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് യഹ്ദി ഖൽബഹു, അയാളുടെ ഹൃദയത്തിന് നാം ഹിദായത്ത് നൽകും, അയാൾക്ക് ഹൃദയ വിശാലത നൽകും, അയാൾക്ക് സമാധാനവും ആശ്വാസവും നൽകും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണത്. മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതകരമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീത്ത് വായിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീത്ത് വളരെ പ്രസിദ്ധമാണ്. നന്മ വന്നു ഭവിച്ചാൽ മുഅ്മിൻ നന്ദി കാണിച്ചുകൊണ്ട്
അതും നന്മയായി അവന് ഭവിക്കും. പ്രയാസം സംഭവിച്ചാൽ ക്ഷമിച്ചുകൊണ്ട് ആ ക്ഷമക്കും പ്രതിഫലമായി അല്ലാഹു തആല അവന് നൽകുകയാണ്. ആ ക്ഷമക്കും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുസീബത്തുകൾ ബാധിച്ചാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ പരീക്ഷണങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദിക്റുകളിൽ, ദുആകളിൽ നമുക്കത് കാണാം. രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലുന്ന ദിക്റുകൾ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ ആഫിയത്തിന് ചോദിക്കുന്ന ദുആകൾ അതിൽ നമുക്ക് കാണാം. പരീക്ഷണങ്ങൾ എന്നത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല, കാവലിനെ ചോദിക്കാനുള്ളതാണ്. പക്ഷെ പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചാൽ അതിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരീക്ഷിക്കപ്പെടും എന്നതിന് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കി പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷിക്കപ്പെടുമ്പോൾ ഫയർലാ വയുസല്ലിം, തൃപ്തി കാണിക്കുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്താൽ അള്ളാഹു ഹൃദയത്തിന് വിശാലത നൽകും. ഒരിക്കലും നെഞ്ചത്തടിച്ചു കരയാനോ വസ്ത്രം കീറി വലിക്കാനോ മോശമായ വാക്കുകൾ പറയാനോ ഒരിക്കലും മുസ്ലിമിന്, ഒരു മുഅ്മിനിന് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെക്കുറിച്ച് പറഞ്ഞത് ലൈസ മിന്ന എന്നാണ്. അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. മുഖത്തടിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ജാഹിലിയത്തിൻ്റെ പോർവിളികൾ വിളിക്കുകയും ചെയ്യുന്ന ആളുകൾ, പല ആളുകളും നമുക്ക് കാണാം. എന്തേ എനിക്കിങ്ങനെ, എന്നെ മാത്രം അന്നിങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കുന്നതായി കാണാം, മുഖത്തടിക്കുന്നതായി കാണാം, വസ്ത്രം വലിച്ചു കീറുന്നതായി കാണാം. പാടുള്ളതല്ല സഹോദരങ്ങളെ. നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അതിൽ വിശപ്പും പട്ടിണിയും ഭയപ്പാടും സാമ്പത്തിക കുറവും ആളുകളുടെ മരണവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ പല ആളുകളും ഇതുപോലെയാണ്. സമനില തെറ്റിപ്പോകും. ക്ഷമിക്കുക എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാനാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് നമ്മുടെ മനസ്സ് പതറിപ്പോവുക എന്ന് പറയാൻ സാധിക്കുകയില്ല. എപ്പോഴും ഈമാനികമായ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും നിരന്തരം അള്ളാഹുവിനുള്ള ദിക്റിലായി കഴിഞ്ഞുകൂടുകയും നമ്മുടെ ഇബാദത്തുകൾ അത് നന്നാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാൻ ബലപ്പെടുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുക. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഈ പറഞ്ഞ തൗഫീഖ് കിട്ടുകയുള്ളൂ. അല്ലാത്തവർ പാളിപ്പോകും, അല്ലാത്തവർ തെറ്റിപ്പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അടുത്തതായി മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹുർ റിളാ, ആരാണോ ആ പരീക്ഷണത്തിൽ തൃപ്തി കാണിക്കുന്നത് അവൻ അള്ളാഹുവിൻ്റെ റിളയുണ്ട്, തൃപ്തിയുണ്ട്. വമൻ സഖിത, ആരാണോ കോപിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അനിഷ്ടം കാണിക്കുന്നത്, തൃപ്തിയുടെ നേർ വിപരീതമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്, ഫഅലൈഹി സഖത്ത്, അവനാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത്, അവന് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. സഹോദരങ്ങളെ, ഈ ഹദീസ് നോക്കൂ, ഒരുപാട് സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഹദീഥാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അല്ലാഹു പരീക്ഷണം ഏർപ്പെടുത്തുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഫജ്റിലെ അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമല്ല. ഒരാൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത് അള്ളാഹു അയാളെ വെറുത്തിരിക്കുന്നു എന്നതിനുള്ള അടയാളമല്ല, തെളിവല്ല. ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി ബാധിച്ചു കിടക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഞാൻ കൈവച്ചപ്പോൾ അവിടുന്ന് ധരിച്ച വസ്ത്രത്തിൻ്റെ മുകളിൽ വരെ അവിടുത്തെ പനിയുടെ ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു എന്നാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, മാ അശദ്ദഹ അലൈക, എന്തൊരു കടുത്ത പനിയാണ് നബിയെ ഇത്, എന്തൊരു കടുപ്പമാണ് നബിയെ അങ്ങേക്ക് ബാധിച്ച പനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ കദാലിക യുളഅഫു ലനൽ ബലാ വയുളഅഫു ലനൽ അജ്ർ. നമ്മൾ അമ്പിയാക്കൾ ഇങ്ങനെയാണ്, നമുക്ക് പരീക്ഷണങ്ങൾ കടുക്കും. പരീക്ഷണങ്ങൾ എന്നത് ഇരട്ടിയാണ്, ഇരട്ടി ഇരട്ടി പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും. അപ്രകാരം തന്നെ പ്രതിഫലങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇരട്ടി തന്നെയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദു ബലാ, ആരാണ് നബിയെ ജനങ്ങളിൽ ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുന്നത്? അവിടുന്ന് പറഞ്ഞു, അൽ അംബിയ, മനുഷ്യരിൽ ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണങ്ങൾ ഉണ്ടാവുക അമ്പിയാക്കൾക്കാണ്. ഖുൽതു, അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് സുമ്മമൻ, ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ സ്സാലിഹൂൻ, പിന്നെ സച്ചരിതരായ ആളുകൾക്ക്, നല്ലവരായ ആളുകൾക്ക്, അഥവാ മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇൻ കാന അഹദുഹും ലയുബ്തല ബിൽ ഫഖർ, ഈ പറഞ്ഞ സ്വാലിഹീങ്ങൾ അവരിൽ ഒരാൾക്ക് ദാരിദ്ര്യം കൊണ്ടവർ പരീക്ഷിക്കപ്പെടും. ഹത്താ മാ യജിദു അഹദുഹും ഇല്ലൽ അബാഅത യഹൂബുഹ, എത്രത്തോളം എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ കടുപ്പം കൊണ്ട് അവർക്ക് ധരിക്കാൻ ഒരു വസ്ത്രം മാത്രമുണ്ടാകും, ഒരു മേൽവസ്ത്രം, അല്ലെങ്കിൽ ഒരൊറ്റ ഒരു വസ്ത്രം, അതുമാത്രമേ അവരുടെ അടുക്കൽ ഉണ്ടാവുകയുള്ളൂ. ആ രൂപത്തിൽ അവരിൽ ചിലർ പരീക്ഷിക്കപ്പെടും. വഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാഇ കമാ യഫ്റഹു അഹദുകും ബിർറഖാ, എന്നാൽ അവർ ആ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും അവർ സന്തോഷിക്കും. ഏതുപോലെ? നിങ്ങളിൽ ഒരാൾക്ക് സൗഖ്യം വന്നു കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കുന്നുവോ അതുപോലെയായിരിക്കും സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അവർ സന്തോഷിക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഹദീസാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. നമ്മുടെ മനപ്രയാസങ്ങൾ നീങ്ങുന്ന വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരീക്ഷണങ്ങൾ കൊണ്ട്, മുസീബത്തുകൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിറപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ പരീക്ഷിക്കും. അതിനുശേഷം പിന്നീട് ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുക സ്വാലിഹീങ്ങൾക്കാണ്. ആ പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുമ്പോൾ അവർ സന്തോഷിക്കുമെന്നാണ്. നമുക്കെന്തുകൊണ്ടാണ് മുസീബത്തുകളും പ്രയാസങ്ങളും വരുമ്പോൾ സന്തോഷം വരാതെ നമ്മൾ പതറിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാൻ അതിൻ്റെ ദുർബലതയാണ്.
നമ്മൾ ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്നു. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവൻ്റെ ലിഖാഇനെയും സ്വർഗത്തെയുമാണെങ്കിൽ ഇതുപോലെയായിരിക്കും. നിങ്ങളിൽ ഒരാൾക്ക് സൗഖ്യം വന്നു കിട്ടിയാൽ എപ്രകാരം സന്തോഷിക്കുന്നുവോ അതുപോലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ സന്തോഷിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഹദീസാണ് അതിൻ്റെ കാരണം. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു വിഭാഗത്തെ, ഒരു കൂട്ടം ആളുകളെ, അല്ലെങ്കിൽ ജനങ്ങളിൽ ചില ആളുകളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ അവിടുന്ന് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ. അല്ലാഹുവിൻ്റെ റസൂലെ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുന്നത്? അവിടുന്ന് പറഞ്ഞു, അൽ അംബിയ, നബിമാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ അയാളുടെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കപ്പെടും. ഫഇൻ കാന ദീനുഹു സുൽബൻ ഇസ്തദ്ദ ബലാഉഹു, ഒരാളുടെ ദീൻ ഉറച്ച നേരെ ചൊവ്വയുള്ള ദീനാണ്, ഒരു വക്രതയുമില്ലാത്ത, ഒരു വളവുമില്ലാത്ത ദീനിൽ നല്ല ദൃഢതയുള്ള ഉറപ്പുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് പരീക്ഷണങ്ങൾ വർദ്ധിക്കും, അതിനനുസരിച്ചുള്ള പരീക്ഷണം ഉണ്ടാകും. വഇൻ കാന ഫീ ദീനിഹി റിഖ്ഖത്തുൻ ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, ദീനിൽ അലംഭാവമുള്ള, അത്രമേൽ കണിശതയില്ലാത്ത ഒരാളാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അയാൾക്കുള്ള പരീക്ഷണം ഉണ്ടാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർദി മാ അലൈഹി ഖതീഅ. ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും ദുനിയാവിൽ. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട് അയാൾക്ക് അല്ലാഹു പാപമോചനവും പ്രതിഫലവുമൊക്കെ നൽകി പിന്നീട് അയാൾ ഭൂമുഖത്തുകൂടി, ഭൂമിയുടെ മുകളിലൂടെ നടക്കുക എങ്ങനെയാണ്? ഒരു തിന്മയും അവശേഷിക്കാത്തവനായിക്കൊണ്ട്. ഓരോ തവണ പരീക്ഷിക്കപ്പെടുമ്പോഴും അല്ലാഹു തആല അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചാൽ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും, പദവികൾ വർദ്ധിപ്പിക്കും, അല്ലാഹു സ്വർഗത്തിൽ വലിയ ദറജകൾ നിശ്ചയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരീക്ഷണങ്ങൾ ബാധിച്ച് അവസാനം അയാൾ ഭൂമുഖത്തുകൂടി നടക്കുക എങ്ങനെയാണ്? ഒരു തിന്മയും അവശേഷിക്കാത്തവനായിക്കൊണ്ട്. തിന്മകളൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ പരീക്ഷണങ്ങൾക്ക് പകരമായി അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു മുഅ്മിൻ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു മുഅ്മിനായ സ്ത്രീയും ഒരു മുഅ്മിനായ പുരുഷനും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി, അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ മക്കളുടെ കാര്യത്തിൽ, അവൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപവും ഇല്ലാത്തവനായിക്കൊണ്ടായിരിക്കും അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലാഇ സവാബ. ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക്, ഇഹലോകത്ത് പരീക്ഷിക്കപ്പെട്ട മുസീബത്തുകൾ കൊണ്ട് വല്ലാതെ ധാരാളം ബുദ്ധിമുട്ടിയ ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ, ദുനിയാവിൽ നല്ല സൗഖ്യമുണ്ടായിരുന്ന ആളുകൾ
വിചാരിക്കുമത്രേ, ആഗ്രഹിച്ചു പോകുമത്രേ, ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിളത് ഫി ദുനിയാ ബിൽ മഖാരീദ്, ദുനിയാവിൽ വെച്ച് നമ്മുടെ തൊലി ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ഈർന്നെടുക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഇവിടെ വെച്ച് പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു പരീക്ഷണവും ബാധിക്കാത്ത ആഫിയത്തിൽ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ ആളുകൾ പരലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ ആഗ്രഹിച്ചു പോകും എന്നാണ് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. ലൗല മസാഇബുദ്ദുന്യ ലവറദ്നൽ ഖിയാമത മഫാലിസ്, ദുനിയാവിൽ പരീക്ഷണങ്ങൾ എന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിൽ നമ്മൾ പാപ്പരായിക്കൊണ്ടായിരിക്കും വരിക. പരീക്ഷണങ്ങളൊന്നുമില്ലാതെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒരു പരീക്ഷണങ്ങളുമില്ലാതെ നല്ല ആഫിയത്തിൽ ജീവിച്ചു പോയിരുന്നെങ്കിൽ പരലോകത്തെത്തുമ്പോൾ പാപ്പരായി പോകും എന്ന് ചില മുൻഗാമികൾ പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു തആല ഒരുപാട് ഖൈറുകൾ, നന്മകൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാനും അത് വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുക മുഅ്മിനാണ്. ആ മുഅ്മിൻ അത് ഉൾക്കൊണ്ടാൽ, അതിന് കീഴൊതുങ്ങിയാൽ, ക്ഷമ കൈക്കൊണ്ടാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു ഹിദായത്ത് നൽകും. ഈ ഹദീസിൽ വന്നതുപോലെ ഫമൻ റളിയ ഫലഹു റിളാ, ആരാണോ തൃപ്തി കാണിക്കുന്നത് അവന് തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, തൃപ്തി കൈക്കൊണ്ടതിൻ്റെ പേരിൽ, അതിന് കീഴൊതുങ്ങിയതിൻ്റെ പേരിൽ വലിയ പ്രതിഫലം, അള്ളാഹുവിൻ്റെ തൃപ്തി. നേരെ തിരിച്ചാണെങ്കിലോ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ശിക്ഷ ഏർപ്പെടുത്തും. അവന് ദുനിയാവിലെ പരീക്ഷണങ്ങൾ കൊണ്ട് യാതൊരു ഫായിദയും ഗുണവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖളാ ഖദറിന് കീഴൊതുങ്ങാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്, അതിലൂടെ നമുക്കൊരുപാട് നന്മകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയില്ല അള്ളാഹു നമ്മുടെ കാര്യത്തിൽ തീരുമാനിച്ചത് എന്താണ് എന്ന്. അതുകൊണ്ട് നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കണം, സഹത്തുള്ള ആളുകളാവരുത്. നമ്മൾ വെറുപ്പുള്ള, അനിഷ്ടം കാണിക്കുന്ന ആളുകൾ ആയി പോവരുത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൃപ്തി കാണിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ക്ഷമയുടെ, ഈമാനിൻ്റെ ലദ്ദത്ത്, ആസ്വാദനം ദുനിയാവിൽ അവൻ അനുഭവിക്കാൻ സാധിക്കും. ശരീരങ്ങളും മനസ്സും ഒക്കെ വേദനിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും അങ്ങേയറ്റത്തെ സൗഭാഗ്യത്തിലായിരിക്കും അവൻ. കാരണം അള്ളാഹുവിലുള്ള ഈമാൻ അതവന് സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകും. ദുനിയാവിലെ ധനികന്മാർക്ക് കിട്ടാത്ത, സമ്പത്തിൻ്റെ ആളുകൾക്ക് കിട്ടാത്ത, വലിയ പണക്കാർക്ക് കിട്ടാത്ത, രാജാക്കന്മാർക്ക് കിട്ടാത്ത സന്തോഷവും സമാധാനവും ആഹ്ലാദവും ഒക്കെ പരീക്ഷിക്കപ്പെടുമ്പോഴും ഒരു മുഅ്മിനിന് കിട്ടുമെന്നാണ് നേരത്തെ നമ്മൾ കേട്ട ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉടുക്കാൻ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത്രയും ദാരിദ്ര്യത്തിലായിരിക്കും. പക്ഷെ അവർ സൗഖ്യം കിട്ടിയ ഒരാൾ സന്തോഷിക്കുന്നത് പോലെ ആ പരീക്ഷണത്തിൻ്റെ പേരിൽ സന്തോഷിക്കുമെന്നാണ്. കാരണം മുഅ്മിനീങ്ങളാണ് അവർ, ഒരു ഈമാനുള്ളവരാണ്. അവർ മതനിഷേധികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ, ഈമാനില്ലാത്തവരെ പോലെ, കാഫിറുകളെ പോലെ, മുശ്രിക്കുകളെ പോലെയല്ല. പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട്. പരന്നു കിടക്കുന്ന വിശാല വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കാണ് പോവാനുള്ളത്. ദുനിയാവ് തീർന്നു പോവാനുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പല കാലഘട്ടത്തിലും പല നാടുകളിലും ഇന്നും ഫലസ്തീനിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടും മുന്നിലേക്ക് നോക്കിയാൽ ഒന്നുമില്ല. യുദ്ധങ്ങളുടെ അവശിഷ്ടങ്ങളും പൊടികളും പൊടിക്കാറ്റുകളും ബോംബ് വർഷിക്കപ്പെട്ടതിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമാണ്. ഇനി എന്ത് എന്ന ചോദ്യം അവർക്ക് മുന്നിലുണ്ടാവുമ്പോഴും നിങ്ങൾ നോക്കൂ, ഒരാൾ പോലും ജീവനൊടുക്കുന്നില്ല, ഒരാൾ പോലും ആത്മഹത്യ ചെയ്യുന്നില്ല, ഒരാൾ പോലും തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. അവർ ഇനിയും പ്രതീക്ഷയിലാണ്. എല്ലാ കാലത്തും മുഅ്മിനീങ്ങളുടെ അവസ്ഥ ഇതാണ്. മുഅ്മിൻ ഏത് കാലഘട്ടത്തിലും പരീക്ഷിക്കപ്പെടുമ്പോഴൊക്കെ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് ജീവിക്കും. കാരണം ഈ ദുനിയാവ് നശ്വരമാണ്, ഇത് കഴിഞ്ഞാലാണ് യഥാർത്ഥ ജീവിതം വരാനുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, മതനിഷേധികളും പുരോഗമനവാദികളും ചെറിയൊരു മുസീബത്ത് വരുമ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കും. ഒരു എക്സാമിൽ തോറ്റാൽ, ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ?
എന്നാൽ നിങ്ങൾ നോക്കൂ, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഒരൊറ്റ മുഅ്മിൻ, ഒരൊറ്റ മുസ്ലിമും ജീവൻ ഒടുക്കുന്നില്ല. ഒരു രക്ഷിതാവും ഒരു ഉമ്മയും ഒരു വാപ്പയും ഫലസ്തീനിൻ്റെ മണ്ണിൽ നിങ്ങൾ നോക്കൂ, തങ്ങളുടെ മക്കളെ കൊന്നൊടുക്കുന്നില്ല. പട്ടിണി കിടന്നവർ മരിക്കുകയാണ്. എന്നാൽ പോലും അള്ളാഹുവിൻ്റെ ഖദറിന് വിരുദ്ധമായ ഒരു പണി അവരെടുക്കുന്നില്ല. കാരണം ഈമാനാണ് ആ ശക്തി പകർന്നു നൽകുന്നത്. അതാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ആ ഈമാൻ അത് നമുക്കുള്ള കാലത്തോളം യഹ്ദി ഖൽബഹു, അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകും, ഹൃദയത്തിന് സന്മാർഗം നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള മക്കൾ, അവിടെയുള്ള ആളുകൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് തുറവിയും ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.